രാഹുലിനു വേണ്ടി എന്തുകൊണ്ട് ജനങ്ങൾ മുറവിളി കൂട്ടുന്നു? ഇത്രയേറെ വ്യാജ പ്രചാരണങ്ങൾ അയച്ചുവിട്ടിട്ടും കേരള ജനത എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടി മുറവിളി കൂട്ടുന്നു എന്ന് നെട്ടൂർ കേക്കച്ചന്റെ താരതാംഗികൾ ചിന്തിക്കുന്നുണ്ടാവാം. മിടുക്കന്മാരായ ചെറുപ്പക്കാരെ തേൻകണിയിൽപ്പെടുത്തി തനിക്ക് വിലസാമെന്ന് കരുതി തേൻകണി സതീശൻ നടത്തുന്ന വൃത്തികേടുകളുടെ പരമ്പര കേരള ജനത തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അത് മാത്രമല്ല, പിണറായി സർക്കാരിൻ്റെ ഭരണം നിയന്ത്രിക്കുന്ന മാഫിയകളുടെ ആവശ്യമാണ് നെട്ടൂർ കേക്കച്ചൻ തന്നെ തുടരണമെന്നുള്ളത്. കനത്ത ഭരണകൂട വിരുദ്ധ തരംഗത്തിൽ ഒരുപക്ഷെ പിണറായിക്ക് ഭരണം നഷ്ടപ്പെട്ടാൽ പിണറായി സർക്കാരിൻ്റെ തട്ടിപ്പുകളുടെ കമ്മീഷൻ നക്കി നിന്ന കേക്കച്ചന് ഭരണ തുടർച്ച കിട്ടിയാൽ അതേ മാഫിയകൾക്ക് ഇവിടെ ഭരണം നിയന്ത്രിക്കാം. അവരാണ് കേക്കച്ചൻ്റെ തേൻകണി യാത്ര അടക്കമുള്ളതിന് ഫണ്ട് ചെയ്യുന്നത്, PR നടത്തുന്നതുമെല്ലാം. പിണറായിക്ക് തുടർഭരണം ഒരുക്കുവാനാണ് കേക്കച്ചൻ രാഹുൽ വിഷയം ആളിക്കത്തിക്കുവാൻ ആദ്യം മുതൽ തന്നെ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കുക. പക്ഷേ ജനങ്ങൾക്കിതെല്ലാം മനസ്സിലായ സാഹചര്യത്തിൽ രാഹുൽ കോൺഗ്രസിൽ തിരികെ എത്തണം എന്ന് അവർ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. രാഹുലിനെ തിരികെ എടുത്തില്ലെങ്കിൽ നല്ല കോൺഗ്രസ്സുകാരെല്ലാം ഇത്തവണ വോട്ട് ചെയ്യാൻ പോകാതിരിക്കുകയോ അവർ BJPക്ക് വോട്ട് ചെയ്യുകയോ ചെയ്യുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാവും. ചെറുപ്പക്കാരെ ഒതുക്കി കസേരമോഹികളായ കടൽ കിഴവന്മാരെ തൻ്റെ ഒപ്പം നിർത്തി ഭരണം പിടിക്കുവാനാണ് കേക്കച്ചൻ്റെ ശ്രമം. ഇയാൾ 100 സീറ്റിന് മുകളിൽ UDFന് കിട്ടും എന്ന് വീമ്പിളക്കുന്നത് ഇയാളുടെ പ്രവർത്തന മികവ് കൊണ്ടാണോ? അല്ല. പിണറായിയുടെ ദുർഭരണത്തിൽ മനംപെടുത്ത ജനങ്ങളുടെ ആ പ്രതിഷേധം ആളിക്കത്തും. അവർ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് തീർക്കും എന്ന് മനസ്സിലാക്കി അതിൻ്റെ പിതൃത്വം അഡ്വാൻസായി തോട്ട് കെട്ടിപ്പിടിക്കുവാൻ ശ്രമിക്കുകയാണ് ഈ നാണം കെട്ട നെട്ടൂർ കേക്കച്ചൻ. ഇന്ന് രാഹുലിന് നീതി തേടി നമ്മൾ ആരംഭിച്ച മിഷൻ 250യുടെ 135ാം ദിനം. കൊല്ലത്ത് നിന്നും KM ശശി, ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിലേക്ക് വിളിച്ചത് കേൾക്കുക. ഞാൻ കൊല്ലത്തു നിന്നാണ് വിളിക്കുന്നത്. എൻ്റെ പേര് KM ശശി. സാറേ, ഇപ്പം എവിടെ കൊണ്ടുവന്ന് കെട്ടാൻ പറ്റും സാറേ? ഇത് സാറിൻ്റെ ഈ ദൗത്യം സാറ് വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ കേരളീയരായിട്ടുള്ളവർ ഈ ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും സാറിൻ്റെ ചാനൽ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ സാറിനോട് കമന്റുകൾ അറിയിക്കുന്നുണ്ട്. അവന്മാരിത് ഇവിടെ കൊണ്ടുവന്ന് കെട്ടു. ഇത് ഈ സതീശൻ എന്ന് പറയുന്നവനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവനെ ഏത് തരത്തിൽ ചെയ്യാൻ പറ്റും? അവനെ എല്ലാവരെയും സാറ് പറയുന്നത് പോലെ അവൻ ഒതുക്കീശൻ എന്ന് പറയുന്നത് പോലെ അവൻ എല്ലാത്തിനും ഒതുക്കി വെച്ചിരിക്കുകയും ചെയ്ത്. യഥാർത്ഥത്തിൽ ഈ ഷാഫി പറമ്പിലും ഈ അനിൽകുമാറും ഈ PC വിഷ്ണുനാഥും ഒക്കെ ഒറ്റ അക്ഷരം ഈ നിലപാടിനോട് ഒറ്റ അക്ഷരം പ്രതികരിച്ചിട്ടില്ലല്ലോ. സതീശന്റെ ചെരുപ്പ് നക്കി നിൽക്കുകയല്ലേ? എന്തെങ്കിലും സീറ്റ് കൊടുക്കും അവനെ സഹോദര തുല്യൻ എന്നുള്ള നിലയ്ക്ക് കണ്ടുകൊണ്ടിരുന്ന ഈ ഷാഫി പറമ്പിൽ പോലും വ്യക്തമായ ഒരു അഭിപ്രായം ഈ നിമിഷം വരെയും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും അവനവന്റെ പദവിയും സീറ്റും ഒക്കെ അല്ലേ പ്രധാനം? അതാണ് ഒരു പ്രശ്നം. പിന്നെ ഇപ്പൊ തന്നെ കെ സുധാകരനെ കൊണ്ടുവന്ന് അവിടെ കർണൂർ കൊണ്ടുവന്ന് ഒരു സീറ്റും കൊടുത്ത് അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ കെ സുധാകരനും ഫലപ്രദമായിട്ട് പ്രതികരിക്കാൻ പറ്റുന്നില്ല. യഥാർത്ഥത്തിൽ പറഞ്ഞ ഈ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് കെ സുധാകരൻ മാറിയത് തന്നെ ഏറ്റവും വലിയൊരു അടിയായി കോൺഗ്രസിന് കിട്ടി. അവന്മാരെല്ലാം കൂടെ ചേർന്ന് മാറ്റിയത്. അവന്മാര് അതിനകത്ത് സാറ് പറയുന്നത് പോലെ അതിനകത്ത് ഈ ആലപ്പുഴ കോവാലിനും സതീശനും ചെന്നിത്തലയ്ക്കും എല്ലാം അതിനകത്ത് കൃത്യമായ പങ്കുണ്ട്. ഇവന്മാരെല്ലാം ശതകോടികൾ ഉണ്ടാക്കി പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കില്ലേ സാറേ? ഇവനെല്ലാം കൈവച്ചിടത്തെല്ലാം നശിപ്പിച്ച് നാമാവശേഷമാക്കിയവനായി ഈ കേന്ദ്രത്തിൽ ഹൈക്കമാൻഡിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ജനറൽ സെക്രട്ടറി ഈ KC വേണുഗോപാൽ. എല്ലായിടത്തുനിന്നും അവൻ ഉണ്ടാക്കാവുന്നതിന്റെ മാക്സിമം ഉണ്ടാക്കി അവൻ കനികൾ കുഴിച്ചെടുത്ത് അവൻ കാശുണ്ടാക്കുക. അതോടൊപ്പം തന്നെ ഈ രമേശ് ചെന്നിത്തല കൈവച്ചെടുത്തെല്ലാം തകർന്ന് തരിപ്പണമായി. സാറ് പറയുന്നത് അതിൻ്റെ 100% ശരി. തകർത്തെറിഞ്ഞ് നാശമാക്കിയിട്ട് അവൻ ഇവിടെ വന്ന് കേരളത്തിൽ വന്ന് ഇതൊക്കെ ചെയ്യാൻ പോകുന്നു. യഥാർത്ഥത്തിൽ ഇവനൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും? ഇവനൊക്കെ യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാരൻ്റെ വായി മണ്ണ് വാരിയിടുന്ന ഒരവസ്ഥയിൽ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെയും UDF പ്രവർത്തകരുടെയൊക്കെ വായിൽ മണ്ണ് വാരി ഇടുകയില്ല ഇവന്മാർ ചെയ്യുന്നത്. ഇവന്മാർ ഇത് എവിടെ ചെന്ന് അവസാനിക്കും? ഇത് എങ്ങനെ പോകും ഇവന്മാര്? യഥാർത്ഥത്തിൽ സാറിന്റെ ചാനലിലൂടെ തന്നെ
ലക്ഷക്കണക്കിന് ആൾക്കാർ പിന്നെ സാറിന്റെ ചാനലിലൂടെ തന്നെ വിളിച്ചു പറയുന്നുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അവിടെ സീറ്റ് കൊടുക്കണമെന്ന്. യഥാർത്ഥത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടം ഇപ്പൊ എന്തോ ചെയ്യുന്നേ? അയാള് പിന്നെ പാലക്കാട് പോകുന്നുണ്ടോ? അയാള് പാലക്കാട് മത്സരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ? അയാളെ കുറിച്ച് ഒരു പരിപാടികളും ഇല്ല. എനിക്ക് അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ എൻ്റെ കയ്യിലില്ല. അതോടൊപ്പം തന്നെ എനിക്ക് ഇവരുടെ ആരുടെയും ഫോൺ നമ്പർ എൻ്റെ കയ്യിലില്ല. ഞാൻ ഈ കോൺഗ്രസ് ഇന്ത്യയിൽ ഒരു ബദൽ സംവിധാനം എന്നുള്ള നിലയ്ക്ക് BJPക്ക് ബദലായിട്ടൊരു കോൺഗ്രസ് അല്ലാതെ വേറെ ആരും ഇല്ല. ഇവിടുത്തെ CPM ഓ CPI വേറൊന്നും അതിനൊരു മറുമരുന്നല്ല. യഥാർത്ഥത്തിൽ BJPക്കെതിരായിട്ട് കേന്ദ്രത്തിൽ നിൽക്കുന്നത് പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്. അവരും അതിനകത്ത് പലരും കാലാകാലങ്ങളായിട്ട് നശിപ്പിച്ച് മൂടിപ്പിച്ച് വെണ്ണീറക്കല്ലിട്ട് നശിപ്പിച്ചുകൊണ്ട് അവന്മാർ പലരും പോയി രക്ഷപ്പെട്ട് പിന്നെ രാഹുൽ ഗാന്ധി പറയുന്നതാണ് ഇത് കുറെ വൈറ്റ് വാഷായിട്ട് ഇത് വാഷിംഗ് മെഷീനിലൂടെ കയറ്റി ഇറക്കി ഒരുപാട് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ അവന്മാർ നശിപ്പിച്ച് നാശമാക്കി BJPക്കാര്. ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത രീതിയിലുള്ള ഒരു പോക്കായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നൊരു പിടിയില്ല. ഇതിനിടയ്ക്കൂടെ ഇവൻ ഈ കാണിക്കുന്ന ഈ സതീശൻ കാണിക്കുന്ന തെമ്മാടിത്തരം. അവന് ഈ ജാഥ വന്നപ്പോൾ അവന്റെ കുറെ പിന്നെ PR വർക്കുകാർ അവൻ സാറ് പറയുന്നതാണ് അവൻ കുറെ കാശ് കൊടുത്ത ആൾക്കാരെ ഇറക്കി കേരളത്തിലെ അവൻ പ്രതിപക്ഷ നേതാവായി വന്നതിന് ശേഷം 100,000 അവസരങ്ങൾ ഈ പിണറായി അടിക്കാനുള്ള ഒരു അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവൻ ശക്തമായ ഒരു സമരവും ഒരു പ്രക്ഷോഭവും ഒരു പരിപാടികളും അവൻ നടത്തിയിട്ടില്ല. അത് നടത്താൻ തയ്യാറായിട്ടുള്ള ചെറുപ്പക്കാരെ മൊത്തം ഇവനെ ഈ കോൺഗ്രസിനകത്തു നിന്നും യൂത്ത് കോൺഗ്രസിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുക. പിന്നെ ഇപ്പൊ ഇതിനകത്ത് കുറെ പിന്നെ ബിന്ദു കൃഷ്ണന്മാരും പിന്നെ ഷാനി ഉസ്മാനും അവളെ പോലുള്ള കക്ഷികളുണ്ടല്ലോ, വല്ല വിവരമുണ്ടോ നിങ്ങൾക്ക്? അവരിവിടെ വീണ്ടും മത്സരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയില്ലേ? ഇതെവിടെ ചെന്ന് അവസാനിക്കും? ഇവിടെ പുതിയ പിള്ളേരാരും ഇല്ലയോ മത്സരിക്കാൻ? ഈ 90 വയസ്സ് കഴിഞ്ഞ പിന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രന് സീറ്റ് കൊടുത്ത് ഇവിടെ മത്സരിപ്പിക്കും. സുധാകരനെ സംബന്ധിച്ച് കേരളത്തിലെ പിന്നെ CPMന്റെ കൈക്ക് പിടിച്ചു നിന്ന് പ്രവർത്തകരെ സംരക്ഷിക്കുകയും ഒരുപാട് സമര പോരാട്ടങ്ങൾ നടത്തുകയും ഒരുപാട് പിന്നെ അക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരുപാട് കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു നേതാവ് സുധാകരൻ. അതുപോലാണോ മുല്ലപ്പള്ളി രാമചന്ദ്രൻ? പിന്നെ ഒരു കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ടല്ലോ, അയാള് പിന്നെ ഇപ്പൊ 7ാമത്തെ പ്രാവശ്യം കണ്ട് വീണ്ടും പാർലമെന്റിൽ വന്നിട്ട് വീണ്ടും അയാൾ അസംബ്ലിയിലേക്ക് മത്സരിക്കാൻ വന്നിരിക്കുക. ഇവനൊക്കെ വേറെ പണിയില്ലയോ? ഇവിടെ വേറെ ആരും കോൺഗ്രസിനകത്ത് ഇല്ലയോ മത്സരിക്കാൻ വേണ്ടിയിട്ട്? ഇവൻ ഈ സതീശൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവൻ ഈ സതീശൻ ചെയ്യുന്ന ചതിയായി ഇതെല്ലാം. കാരണം അവനോടൊപ്പം ഇവരൊക്കെ നിൽക്കണം, അവരെയൊക്കെ ഇവന്റെ കൂടെ നിർത്തണം. അതിനു വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഗിമ്മിക്ക് പരിപാടിയായത്. ഇവന്റെ കയ്യിൽ ഇവൻ സാറിന്റെ ചാനലിൽ പിന്നെ ഓരോരുത്തർ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ G. കാർത്തികേയൻ മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ പിന്നെ അവൻ കോടികൾ ഇതിനകത്ത് ഉണ്ടാക്കി, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ചെയ്ത് കോടികളുണ്ടാക്കി. പിന്നെ അവന്റെ മണി ചെയ്യും. പിന്നെ അവൻ പുനർജനി പദ്ധതി അവൻ എവിടെയൊക്കെ കൈവച്ചിട്ടുണ്ടോ അവിടെ നിന്നെല്ലാം അവൻ കോടികളുണ്ടാക്കി. അതോടൊപ്പം തന്നെ പിണറായി വിജയന്റെ കയ്യിൽ നിന്ന് അവൻ കോടികൾ മേടിച്ചിട്ടുണ്ട്. എല്ലാ തരത്തിലും അവൻ നിന്ന് കോടികളുണ്ടാക്കി അവൻ സേഫായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഈ താരകേശ്വരിമാർക്കും അവർക്കും ഇവർക്കും ഈ 10-20 വർഷക്കാലം അവന്റെ MLA ഓഫീസ് തന്നെ ശാലയാക്കി മാറ്റിയവനവൻ. എന്നിട്ട് അവൻ BD സതീശൻ അവൻ പിന്നെ ഇപ്പൊ കാണിക്കുന്ന ഈ തോന്നിവാസം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടൊരു ആക്ഷൻ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു ബാധ്യതയുമില്ല. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറയേണ്ടത് KPCC പ്രസിഡന്റാണ് പറയേണ്ടത്. അതിന് പോലും തടവില്ലാത്ത രീതിയിലുള്ള ഒരു പഴംതിരിയെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ പറഞ്ഞ അന്നൊക്കെ ഞങ്ങൾ അറിയുന്നത് പിന്നെ ഈ KPCC പ്രസിഡന്റ് എന്ന് പറയുന്നത് പിന്നെ K. സുധാകരന്റെ നോമിനിയായിട്ട് വരുന്നു എന്നുള്ളതാണ്. പക്ഷേ K. സുധാകരന്റെ ഒരു രോമത്തിന്റെ പോലും വിലയില്ലാത്ത ഒരു പന്ന KPCC പ്രസിഡന്റായിട്ട് വെച്ചിരിക്കുന്നു. അവര് വെറും ഒരു പഴത്തിന് മാത്രമല്ല, അവന് പള്ളി മണിയടിക്കാനുള്ള കപ്പ്യാര് പണിക്ക് പോലുള്ള യോഗ്യതയില്ലാത്തവർക്ക് ഇവനെ എന്തിനാ പിടിച്ചതിനകത്ത് വെച്ചോണ്ടിരിക്കുന്നത്? പുതിയ തലമുറ ഇപ്പൊ തന്നെ പിന്നെ ചാണ്ടി ഉമ്മന് യഥാർത്ഥത്തിൽ പറഞ്ഞ KPCCയുടെ ജനറൽ സെക്രട്ടറി പദത്തിലോ KPCCയിൽ അർഹമായ പ്രാതിനിധ്യമോ ചാണ്ടി ഉമ്മന് കൊടുക്കേണ്ടതാണ്. പക്ഷേ യുവമാര് കൊടുക്കത്തില്ല. അതിനകത്ത് രമേശ് ചെന്നിത്തലയ്ക്കും പങ്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് PD സതീശൻ പൂർണ്ണമായിട്ട് കളിച്ചിട്ടുണ്ട്. കാരണം
ചാണ്ടി ഉമ്മനെ പോലുള്ള ഒരു ഉയർത്തെഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പിന്നെ ഭാര്യയാ എന്ന് ഉമ്മാർ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടുള്ള പണിയാണ്. പിന്നെ ഒരു അബിൻ വർക്കി ഉണ്ടല്ലോ, അവനും യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അവനും ഈ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുത്തനാണ്, എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരുത്തനാണ്. അവന്മാരെല്ലാം കൂട്ടായിട്ട് സംഘടിതമായിട്ട് നിന്നാണ് ആ രാഹുൽ മാങ്കൂട്ടത്തെ ഈ നിലയ്ക്ക് ആക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം അല്ലാതെ പാലക്കാട് വേറെ ആരും മത്സരിച്ചാലും അവിടെ ജയിക്കത്തില്ല. അവിടെ വേറെ ആര് കോൺഗ്രസിൽ നിന്ന് മത്സരിച്ചാലും പാലക്കാട് ജയിക്കത്തില്ല. കാരണം ആയിരക്കണക്കിന് അമ്മമാരും അതോടൊപ്പം തന്നെ ചെറുപ്പക്കാരും യുവതികളും യുവാക്കളും രക്ഷകർത്താക്കളും എല്ലാം പറയുന്നത് രാഹുൽ മാങ്കൂട്ടം അവിടെ മത്സരിക്കണമെന്നുള്ളത്. എനിക്കറിയാവുന്ന ഒരു 10-80 പേരവിടെ ഉണ്ട്. അവരെല്ലാവരുമായിട്ട് ഞാൻ ഇപ്പോഴും വിളിക്കാറുണ്ട്. കാരണം ഞാൻ അവിടെ 3-4 വർഷം ജോലി ചെയ്തിരുന്നതാണ്. അവിടെ അവരുമായിട്ട് വിളിക്കുമ്പോൾ അവരെല്ലാം പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് അവർക്കാർക്കും ഒരു തർക്കവും ഇല്ല, ഒരു കറപ്ഷനും ഇല്ല, അവർക്കാർക്കും ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. രാഹുൽ മാങ്കൂട്ടൻ നല്ലൊരു MLA ആയിരുന്നു എന്നാണ് അവർ പറയുന്നത്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ വയനാട്ടിലെ ടി സിദ്ദിഖിന് കിട്ടുന്ന ജനകീയ അംഗീകാരം പോലെ തന്നെ അതിനേക്കാൾ അംഗീകാരമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇവിടെ കിട്ടുന്നത്. അവരിനി ഏത് സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തിയാലും അവിടെ തോറ്റുപോകും. കോൺഗ്രസ്സുകാർ ഏത് സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തിയാലും തോറ്റുപോകും. കാരണം അവിടുത്തെ ആയിരക്കണക്കിന് അമ്മമാർ വോട്ട് ചെയ്യാൻ പോകത്തില്ല. അതോടൊപ്പം തന്നെ കുടുംബങ്ങളിൽ നിന്നുള്ള ആൾക്കാർ കുടുംബസമിതം വോട്ട് ചെയ്യാൻ പോകത്തില്ല. അതേ അവസ്ഥയായി ഇപ്പോൾ പാലക്കാടുള്ളത്. ഇവനൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും, എങ്ങനെ അവസാനിക്കും, ഇതൊന്നും ഇവൻ്റെയൊക്കെ കണ്ണിൽ കൂടെ കാണുന്നില്ലേ? ഈ ചാനലുകൾ മൊത്തം റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത്? ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ട് ഈ ലോകത്തുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ അഭിപ്രായം പറയുന്നതും രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ച് കോൺഗ്രസിൽ കൊണ്ടുവരണമെന്ന് പറയുന്നതും ലക്ഷക്കണക്കിന് ആൾക്കാരല്ലേ. ഇവന്റെ കണ്ണാക്കിനകത്തൊട്ട് ഇതൊന്നും കേറത്തില്ലേ? ഇവനൊക്കെ എവിടെ പോയി ഇതൊക്കെ അവസാനിക്കാൻ പോവുക? ഒരു പിണറായിയുടെ ഈ ദുർഭരണത്തിന് എതിരായിട്ടുള്ള ഒരു ജനവികാരം പൊതുസമൂഹത്തിൽ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിൽ UDF ഇത്രയും മുന്നേറ്റം ഉണ്ടായത്. അതല്ലാതെ VD സതീശന്റെയോ രമേശ് ചെന്നിത്തലയുടെയോ KC വേണുഗോപാലിന്റെ ഒന്നും ഒരു തരത്തിലുള്ള പങ്ക് അതിനകത്തില്ല. അവന്മാർ ഒട്ടുള്ളതുകൂടെ ഇല്ലാതാക്കുന്നവന്മാരാ. അവർക്ക് ഈ കേരളത്തിലുള്ള ഒരു കുഞ്ഞുങ്ങളുടെ ഒരു സപ്പോർട്ടും അവന്മാർക്കില്ല. ഈ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ സാധാരണപ്പെട്ട പ്രവർത്തകരുടെ ഒരു സപ്പോർട്ടും ഇല്ലാത്തവനാകുന്നത്. പിന്നെ കുറെ എണ്ണത്തിന് വെള്ളവും മദ്യവും അതും ഇതും എല്ലാം മേടിച്ച് കൊടുത്ത് കൂടെ കൊണ്ട് നടക്കുന്നതെന്ന് ഒഴിച്ചാൽ അതിന് അവന്റെ സതീശന്റെ കയ്യിൽ കാശുണ്ടല്ലോ, ചെന്നിത്തലയുടെയിലും ആവശ്യത്തിന് പണമുണ്ട്. അപ്പോൾ അവർക്ക് അവരുടേതായ കുറെ ആൾക്കാരെ ശിങ്കിടികളെ എപ്പോഴും എക്കാലം കൂടെ നിർത്താൻ കഴിയുന്നു എന്നുള്ളതാണ് സത്യം. സതീശന്റെ ഈ തേൻകണി യാത്ര കൊണ്ട് കോൺഗ്രസിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ? ഒരു പ്രയോജനം ഉണ്ടാവത്തില്ല സാറേ. തേൻകണി യാത്രയെന്ന് മാത്രമല്ല, സതീശന്റെ ഈ യാത്ര കൊണ്ട് കോൺഗ്രസിനകത്തുള്ളവർ തന്നെ സതീശനെ കുറ്റപ്പെടുത്തുകയാണ്. സതീശൻ ഈ കാട്ടിക്കൂട്ടിയ ഇപ്പൊ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ സാറിന്റെ ചാനൽ ഇവിടെ സാർവത്രികമായതോടുകൂടി ഒരുമാതിരിപ്പെട്ട സകലമാന കുടുംബങ്ങളിൽ ഇപ്പം മറ്റുള്ള ചാനലുകൾ വരെ ക്ലോസ് ചെയ്തിട്ട് സാറിന്റെ ചാനലാണ് കാണുന്നത്. സത്യമായി ഞാൻ ഈ പറയുന്നത്. ഞങ്ങളുടെയൊക്കെ വീടുകളിൽ നിന്നും ഒരു ഈ റിപ്പോർട്ടർ ചാനലോ ഇപ്പൊ 24 അങ്ങനെയുള്ള ഒരു ചാനൽ ന്യൂസ് ചാനലുകൾ വിൽക്കാറേ ഇല്ല. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ സാറിന്റെ ചാനൽ വന്നതോടുകൂടി അതങ്ങ് എല്ലാ തരത്തിലും അത് സ്ഥാപനവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതിലൂടെയാണ് ഇതെല്ലാം അറിയുന്നത്. സാറിനെ ഇവരെ കൊല്ലാതെ നോക്കിക്കോണം. കാരണം ഇതിനകത്ത് പിണറായി വിജയൻ ഒരു ഭാഗത്ത്, അവന്റെ കുറെ ഗൂണ്ടകൾ ഒരു ഭാഗത്ത്, അവന് മൂന്നാം ഭരണത്തിന് വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവനെതിരായിട്ട് സംസാരിക്കുന്നവരെ അവൻ അരിഞ്ഞു വീഴ്ത്തുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. അപ്പോൾ അത് ഉണ്ടാകാതെ സാറ് സൂക്ഷിച്ചോണം. കാരണം സാറിന് എന്തെങ്കിലും ഒരു പോറൽ പറ്റിയാൽ അത് ഈ പൊതുസമൂഹത്തിന് മൊത്തത്തിൽ അതൊരു ബാധ്യതയായിട്ട് തീരും. അത് മാത്രമല്ല, പൊതുസമൂഹത്തിന് മൊത്തം അതൊരു നഷ്ടമായിട്ട് വരും. അപ്പോൾ അതൊക്കെ ഉണ്ടാകാതെ സാർ സൂക്ഷിച്ചോണം. സാറിന് എല്ലാവിധമായ പിന്തുണയുണ്ട്, എല്ലാവിധമായ അഭിവാദ്യങ്ങളും കൊണ്ട്. സാറിനോടൊപ്പം തന്നെയാണ് ഈ കേരളം മുന്നോട്ട് പോകുന്നത്. അതിനകത്ത് യാതൊരു തർക്കമില്ല. ഈ രാഹുല് പാലക്കാട്ടേക്ക് പോകുന്നുണ്ടോ, അതോ അയാൾ അവിടെ മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു അടിപ്രവർത്തനം അവിടെ നടത്തുന്നുണ്ടോ, അവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാരെയൊക്കെ ഇയാൾ കാണാൻ പോകുന്നുണ്ടോ? അയാളിപ്പോ എന്താണ്, അയാളൊരു വായിൽ അയാൾ സത്യസന്ധത, അയാൾ ഗാന്ധിജിയുടെ മോനായിട്ട് ഇപ്പൊ പെരുമാറുകയാണ്. പക്ഷേ അവൻ നട്ടല് നിവർത്തി കേരളത്തിൽ നിന്നിടിഞ്ഞാൽ, പാലക്കാട് നിന്നിടിഞ്ഞാൽ ഈ കേരളത്തിലെ പൊതുസമൂഹം അവനോടൊപ്പം ഉണ്ട്.
അവന്റെ ഒരു ചെറുപ്രായത്തിൽ അവൻ ഒരു 10-35 വയസ്സുള്ള സമയത്ത് അവൻ പാലക്കാട് MLA ആകുന്നതിന് മുമ്പ് കാട്ടിക്കൂട്ടിയ കോപ്രായത്തങ്ങളാണ്. അവനെ നമ്മൾ ന്യായീകരിക്കല്ല. പക്ഷെ അന്നത് സംഭവിച്ചു പോയി. കാരണം അങ്ങനെയുള്ള അവളുമാര് ഈ ഉർവശിയും മേനകയും രമ്പയും തിലോത്തമയൊക്കെ ഇറങ്ങി ഇവിടുത്തെ സ്വാമിമാരുടെ തപസ് പോലും മുടക്കിയ ആൾക്കാരുണ്ടല്ലോ. അതേപോലെ ഇവനെ ട്രാപ്പിനകത്താക്കുകയും കുരുക്കിനകത്താക്കുകയും ചെയ്തതാണ്. ഇവനെന്തിനാ ഇങ്ങനെ മാറിയിക്കേണ്ട കാര്യം എന്ത്? രാഹുൽ രംഗത്ത് വരണം. രാഹുൽ രംഗത്ത് വന്ന് രാഹുൽ അന്തസ്സായിട്ട് ഇവിടെ തന്നെ 1-2 പ്രാവശ്യം അയാൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ജനങ്ങൾ കൊടുത്ത സ്വീകരണം മോശപ്പെട്ട സ്വീകരണമല്ല. അതോടൊപ്പം തന്നെ രാഹുലിനോട് കൂടെ ഇറങ്ങാൻ തയ്യാറായിട്ട് അവിടെ ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ നിൽപ്പുണ്ട്. രാഹുലിന്റെ പുറത്തൊരു മണ്ണിട്ടാൽ അവിടെ ഒരു മണ്ണ് നുള്ളിയിട്ടാൽ അവിടെ BJP-കാരനും പിന്നെ കാണത്തില്ല, CPM-കാരനും കാണത്തില്ല. അതാണ് പാലക്കാടിന്റെ ട്രെൻഡ്. ആ ട്രെൻഡ് മനസ്സിലാക്കിക്കൊണ്ട് രാഹുലിനോട് എത്രയും പെട്ടെന്ന് പാലക്കാട് എത്താനും അവിടുത്തെ MLA ഓഫീസിൽ ഇരുന്ന് കാര്യങ്ങൾ നീക്കാനും അയാൾ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെടാനും ഒക്കെ ആയിട്ട് അയാൾ സജീവമായിട്ട് രംഗത്ത് നിൽക്കാൻ സാറേ. ഇത് കേരളത്തിൽ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, ഈ ഭരണം തൂത്തെറിയാൻ വേണ്ടിയിട്ടാണ്, കോൺഗ്രസിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം, അതിശക്തമായ പ്രവർത്തനം തന്നെ. മാത്രമല്ല സാറ് തുടങ്ങി വച്ചിരിക്കുന്ന ഈ പ്രക്രിയ അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് സാറിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം സാറ് ചെയ്യണം. മാത്രമല്ല സാറ് അതിനകത്ത് വളരെ ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ നീക്കണം. കാരണം യവന്മാർ ഏത് തരത്തിലും യവന്മാർ സാറിനെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് സാർ മുൻകൂട്ടി കണ്ടോണം. സാറിന് വേറെ ഇവിടുത്തെ ഈ പറയപ്പെടുന്ന TP ചന്ദ്രശേഖറിന് കിട്ടിയതോ അല്ലെങ്കിൽ അതേപോലുള്ള പ്രവീൺ കുമാറിന് കിട്ടിയതോ അങ്ങനെയുള്ളതൊന്നും അല്ല സാറിന്. ഈ രാജ്യത്തെ മൊത്തം ജനങ്ങളുടെ ഒരു പിന്തുണ സാറിനുണ്ട്, സാറിന്റെ വാക്കിനുണ്ട്. സാറ് മൂർച്ചയേറിയ ആയുധം കൊണ്ട് ഇരുതല മൂർച്ചയുള്ള വാളുമായിട്ടാണ് സാറ് സഞ്ചരിക്കുന്നത്. കാരണം സാറിത് എങ്ങോട്ട് വീശിയാലും എങ്ങോട്ട് ചരിച്ചാലും കൊള്ളുന്നവനെല്ലാം മുറിയുന്നുണ്ട്. അതിനകത്ത് ഒരു തർക്കമില്ലാതെ പള്ളിയിൽ അച്ഛനായാലും കപ്പിയാരായാലും ഈ നാട്ടിലുള്ള ഏതവനായാലും നെറികേടിനെതിരായിട്ട് പ്രതികരിക്കുന്ന ഒരു വലിയ വാളായിട്ട് സാർ മുന്നോട്ട് പോകണം. ആ ഇരുതലുള്ള മൂർച്ചയുള്ള വാള് ഇന്നല്ലെങ്കിൽ എന്നത്തേക്കും ഈ കേരളത്തിന്റെ സമസ്ത മേഖലകളിലുള്ള ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായിട്ട് സാർ ഇന്ന് നിൽക്കണം. സാർ നിന്നേ മതിയാവത്തുള്ളൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.